ഹായ് ഫ്രണ്ട്സ്, ശ്രേയൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു ഗാർഡൻ വീഡിയോ ആണ്. കുറച്ച് വെറൈറ്റീസൊക്കെ ഫ്ലവർ ചെയ്ത് നിൽക്കുകയാണ്. അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റീസൊക്കെ പരിചയപ്പെടാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ വെറൈറ്റി കിവിയാണ്. ഇതിപ്പം 2-3 ദിവസമായിട്ടുണ്ട് വിരിഞ്ഞിട്ട്. എത്ര ബഡ്ഡെന്ന് നോക്കിയേ. എൻ്റെ കിവി നല്ലൊരു ബ്ലൂമറാണ്. പോട്ടിൽ ചുറ്റും ബഡാണ്. ഓരോ സ്റ്റാൻഡിൽ ലീഫിലും ബഡ് വരുന്ന വെറൈറ്റിയാണ്. ഇവിടെ ഒരു പൂവുണ്ടായിരുന്നു, അത് വിരിഞ്ഞു കഴിഞ്ഞു. നല്ലൊരു ബ്ലൂമറാണ് കിവി. അടുത്ത വെറൈറ്റി നമ്മളൊരു പുതിയൊരു വെറൈറ്റിയാണ്. Q170 എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഫ്ലവറാണിത്. ആദ്യത്തെ ഒരെണ്ണം വിരിഞ്ഞു കഴിഞ്ഞു. ഇത് D9 ആണെന്നും പറഞ്ഞാണ് കൊണ്ടുവച്ചത്. പക്ഷേ ഫ്ലോട്ട് ലീഫിൽ തന്നെ ബഡ് വന്ന് കണ്ടിട്ട് D9 അത്ര വലിപ്പമൊന്നുമില്ല. എന്നാലും നോക്കാം എന്താണെന്ന്. ഇനി ഒരു ബഡും കൂടി ഇതിന് നിൽപ്പുണ്ട്. അടുത്ത വെറൈറ്റി അഹല്യയാണ്. ഇപ്പം റീപോർട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ ട്യൂബർ എടുത്തിട്ട്. അപ്പോൾ തന്നെ വീണ്ടും ബഡ് വന്നു. ഓരോ സ്റ്റാൻഡ് ലീഫിലും ബഡ് ചെയ്യുന്ന വേറൊരു വെറൈറ്റിയാണ് അഹല്യ. അടുത്തത് ബീമാണ്. ബീമിൻ്റെ ഒക്കെ ഇഷ്ടം പോലെ ഫ്ലവർ കിട്ടിയൊരു വെറൈറ്റിയാണ് ബീം. നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് ബീമിൻ്റെ. ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. ഇത് സൂര്യമുഖിയുടെ ബഡാണ്. അടുത്തത് ലിയാംഗ്ലിയാണ്. ഇതൊരു ബൗൾ വെറൈറ്റി ലോട്ടസ് ആണ് ലിയാംഗ്ലി. നല്ല ഫ്ലവറിങ് ആണ്. ഇത് ചെറിയ പോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാം, ബൗൾ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ. അടുത്തത് പിങ്ക് ജൂപ്പിറ്റർ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നല്ല വലിപ്പമുള്ള ഫ്ലവറാണ്. വാനില കെച്ചപ്പാണ്. നല്ല വലിയ ഫ്ലവറാണ് കേട്ടോ. രണ്ടാമത്തെ ഫ്ലവറാണ്. നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് വാനില കെച്ചപ്പിൻ്റെ. ഇത് നമ്മുടെ മിറാക്കിളിൻ്റെ ബഡാണ്. ഇപ്പോൾ റീപോർട്ട് ചെയ്ത് വെച്ചതാണ്. ട്യൂബർ കിട്ടാൻ നല്ല പ്രയാസമാണ് ഈ വെറൈറ്റി. റണ്ണറും നേരത്തെ റണ്ണറാണ് എനിക്ക് കിട്ടിയത്. ഞാൻ വിചാരിച്ച് പിടിച്ച് കിട്ടത്തില്ലെന്ന്. എന്തായാലും പിടിച്ച് കിട്ടി. ആദ്യത്തെ ബഡാണിത്. എംബാപ്പയാണ്. ഇത് ഡോർമെൻ്റ് ആയെന്നാണ് വിചാരിച്ചത്. കുറേ ഫ്ലവർ ആയിക്കഴിഞ്ഞ്. അപ്പോഴത്തേക്ക് ഇതാ വീണ്ടും ഇപ്പോൾ ഒരു ബഡ് വന്നിരിക്കുന്നു. നല്ലൊരു വെറൈറ്റിയാണ്. കളർ ചേഞ്ചിങ് ലോട്ടസാണ് എംബാപ്പെ. നല്ലൊരു വെറൈറ്റിയാണ്. ഇത് പുതിയൊരു വെറൈറ്റിയാണ് ഋഷി. നല്ല പെറ്റൽ കൗണ്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. നമുക്ക് വിരിയിപ്പിക്കാൻ പറ്റുന്നില്ല പെറ്റൽ കൗണ്ട് കാരണം. ഇതിപ്പോൾ അവസാനത്തെ ഫ്ലവറാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു 3-4 ഫ്ലവർ കഴിഞ്ഞു. ബുച്ചയുടെ ഫ്ലവറാണ് കേട്ടോ. നല്ല ഹൈറ്റിൽ പോയിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് ബുച്ച. ഇതൊക്കെ രണ്ടാമത്തെയൊക്കെ ഫ്ലവറാണ്, അതുകൊണ്ടാണ് ഇത്ര. ഇത് ഞാൻ വിരിയിപ്പിച്ച് കൊടുത്തതാണ്. ഇത്തിരി വളരാനുള്ള ഫ്ലവറാണ് കേട്ടോ. പോട്ടിൽ ചുറ്റും ബഡുണ്ട്. ഇത് നമ്മുടെ കർണയാണ്. റിപ്പോർട്ട് ചെയ്തിട്ട് 1 മാസം ആയതേ ഉള്ളൂ. ഇത് പിസ്താഗ്രീൻ്റെ ബഡാണ്. അത് ഫ്ലവറിങ് കഴിഞ്ഞെന്നാണ് വിചാരിച്ചത്, ഡോർമെൻ്റ് ആയെന്ന്. പക്ഷേ വീണ്ടും ബഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ക്യാമിലയാണ്. നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് ക്യാമില. ചെറിയ പോട്ടിലാണ് വെച്ചേക്കുന്നത്, എങ്കിൽ തന്നെ നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് എനിക്ക് കിട്ടിയത്. ഇത് S1ൻ്റെ ബഡാണ്. ഇത് ഓരോ സ്റ്റാൻഡിൽ ലീഫിലും ബഡ് വരുന്നൊരു വെറൈറ്റിയാണ് S1. ഇത് ഐശ്വര്യയുടെ പോട്ടാണ്. അതുകൊണ്ട് ഓരോരോ ബഡ് വേറെ ഉണ്ടായിരുന്നു. ബഡ് വിരിഞ്ഞ് കുറേ ബഡുണ്ടായിരുന്നു. റിപ്പോർട്ട് ചെയ്തിട്ട് വെച്ചതേ ഉള്ളൂ. അതിന് മുമ്പേ ബഡ് വന്നു. നല്ലൊരു ബ്ലൂമറാണ് ഐശ്വര്യ. ഇഷ്ടംപോലെ ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ് ഐശ്വര്യ. ഇത് നമ്മളെ റെഡ് ശങ്കായിയാണ്. റെഡ് ശങ്കായിൽ ബഡ് വന്നു നിൽക്കുകയാണ്. തണ്ടൊക്കെ എന്തോരം മഞ്ഞ കളർ ഇരിക്കുന്നത്. കിട്ടുമോ എന്തോ പിടിച്ച്. അതൊക്കെ ചെറിയ പോട്ടിലാണ് വെച്ചേക്കുന്നത്. ജൂലിയറ്റിൽ വീണ്ടും ബഡ് വന്നു. ഇപ്പോൾ 2 ഫ്ലവർ കഴിഞ്ഞ് നിൽക്കുകയാണ്.
ഇത് ബട്ടർ മിൽക്കിൻ്റെ പോട്ടാണ്. ലീഫൊക്കെ വന്നു, സ്റ്റാൻഡ് ലീഫൊക്കെ വന്ന് നിൽക്കുന്ന ഇനി വളമൊക്കെ വെച്ച് കൊടുക്കണം. ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഈ ബട്ടർ മിൽക്ക്. ട്യൂബർ വെച്ചാലും റണ്ണർ വെച്ചാലും ചിലപ്പം പിടിച്ച് കിട്ടത്തില്ല. ഇത് നമ്മുടെ അഖിലയാണ്. അഖില കേരളത്തിൻ്റെ തന്നെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. വലിപ്പമുള്ള പൂവും നല്ല ഒരു കളറുമാണ് ഈ അഖിലയ്ക്ക്. ഇതിൻ്റെ ബഡ് കാണാൻ തന്നെ നല്ല രസമാണ്. ഇത് ലീല എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ലീല വീണ്ടും ബഡ് വരുന്നുണ്ടോ? ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഞാൻ അമ്പലത്തിൽ കൊടുത്തു. തന്നെ കഴിഞ്ഞ് പൊഴിഞ്ഞു പോയിരിക്കുന്നു. അതിൻ്റെ ഇടയിലോട്ട് വന്ന് നിൽക്കുന്നത് നമ്മളെ ഇന്ദുലേഖയാണ്. ഇന്ദുലേഖ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല വലിപ്പമുള്ള ഫ്ലവറായിരുന്നു. ഫ്ലവർ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ട്യൂബർ എടുക്കണം. വമ്മി എന്ന് പറയുന്ന പുതിയൊരു വെറൈറ്റിയാണ്. ഇതിനും കഴിഞ്ഞെന്ന് പറഞ്ഞ് നിൽക്കുന്നു. വീണ്ടും സ്റ്റാൻഡ് ലീഫൊക്കെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ ഫ്ലവർ വന്നു. ചന്ദ്രഭാഗയാണ്. ഇപ്പം അങ്ങോട്ട് കൊണ്ട് വെച്ചതേ ഉള്ളൂ, റിപ്പോർട്ട് ചെയ്ത്. വീണ്ടും ഒരു സ്റ്റാൻഡ് ലീഫും വരുന്നു. സ്റ്റാൻഡ് ലീഫ് ഇല്ലാതെ ഫ്ലോട്ടിങ്ങിൽ തന്നെ ബഡും വന്നിരിക്കുന്നു. ഇതൊരു പുതിയൊരു വെറൈറ്റിയാണ്, മാജിക് വൈറ്റ് എന്ന് പറയുന്ന. അതിൻ്റെ ഒരു ബഡാണ്. അതിൻ്റെ വേറെ ഒരു ബഡ് വന്ന് ഇപ്പുണ്ട്. ഇത് നമ്മളെ വജ്രയാണ്. വജ്രയും തന്നെ ഉണ്ട്. സ്റ്റാൻഡ് ലീഫ് ഇല്ലാതെ തന്നെ ഓരോ ബഡ്. നല്ലൊരു വെറൈറ്റിയാണ് വജ്ര. ഇതെല്ലാം തന്നെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. അടുത്തത് കുടമുല്ല. ചെറിയ പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. വളമൊന്നും കൊടുത്തില്ല. റിപ്പോർട്ട് ചെയ്ത് ഒരു റണ്ണർ ഉണ്ടായിരുന്നു, അതെടുത്ത് നട്ടു വെച്ചതാണ്. അതുകൊണ്ട് എത്ര ബഡുണ്ടോ നോക്കിയേ ചുറ്റും. ഇനിയും വരുന്നുണ്ട്. ചെറിയൊരു ബഡ് ഇവിടെ ഉണ്ട്. ഇതാണ് അടുത്ത ക്രിസ്റ്റൽ പിങ്ക്. 2 ബഡ് വന്ന് നല്ല വലിപ്പമുള്ള ഫ്ലവറാണ്. ബഡൊക്കെ വരുന്നുണ്ട്. അതിഥിയിലും ചെറിയൊരു ബഡ് വന്നു. അതിന് പിടിച്ചിട്ടോ എന്തോ സ്റ്റാൻഡ് ലീഫും വരുന്നുണ്ട്. ഇതൊരു പുതിയ വെറൈറ്റിയാണ്. സാക്കുറ എന്നാണ് എൻ്റെ പേര്. പക്ഷേ ബഡൊന്നും വന്നില്ല, സ്റ്റാൻഡ് ലീഫുണ്ട്. മയൂരിയുടെ ബഡാണ്. മയൂരിയുടെ 2 ബഡുണ്ട്. ഇത് ജുലങ് സബ് എന്ന് പറയുന്ന വാട്ടർ ലില്ലിയാണ്. ബഡും ഉണ്ട്. ട്യൂബറാണ്. ട്യൂബർ പ്ലാന്റ് ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. 150 രൂപയാണ്. ഇതൊക്കെ എന്ത് വേണോ എന്തോ എല്ലാം ഉണ്ട്, കണ്ടിട്ടില്ലാത്തതൊക്കെ. ഇത് ജംബോൻ്റെ പോട്ടാണ്. ഇത് മോർണിംഗ് സ്റ്റാറിൻ്റെ ഫസ്റ്റ് ഫ്ലവറാണ്. ഇത് ബുൾസൈ വാട്ടർ ലില്ലിയാണ്. ഗാർഡൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്ത് അടുത്ത വീഡിയോയിൽ ഒരു ഫ്രീ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും.